ഹായ് എവരിവൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഡുവൽറ്റി ഇൻ എൽ പി പി അല്ലേ? ഒരു എന്താണ് എൽ പി പിയുടെ ഡുവൽറ്റി എന്നൊക്കെ പഠിച്ചായിരുന്നു. ഇപ്പോൾ ഇന്ന് നമുക്ക് ഡുവൽറ്റിയെ കുറിച്ചിട്ടുള്ള കുറച്ച് തിയറംസ് ആണ്. അപ്പം ഈ തിയറംസും എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് തിയറം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ തിയറംസ് ഇത്രയും തീരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും. ഈ ആഴ്ച കൊണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇന്റേണൽ എക്സാം എന്താണെന്നറിയാലോ, വ്യാഴാഴ്ചയാണ്. അപ്പം ഇതുവരെ പഠിപ്പിക്കുന്നത് ഫുള്ള് പഠിച്ചോണം. അതായത് ഇപ്പം ഇത് വേണ്ട, ഡുവൽറ്റി വേണ്ട, അതിന് തൊട്ട് മുമ്പുള്ളവരെ പഠിച്ചോണം. എന്നിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ഫസ്റ്റ് ഇതിന്റെ ഒരു തിയറം ആണ്, തിയറം നമ്പർ 6 ആണ്. ഞാൻ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നേ ഉള്ളൂ. ഇത് തിയറം ആണ്, തിയറം നമ്പർ 6 ആണ്. ദ ഡുവൽ ഓഫ് ദ ഡുവൽ ഈസ് ദി പ്രൈമൽ ഇൻ എൽ പി പി. അപ്പം മിക്കവാറും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രൂവ് ദാറ്റ് ദ ഡുവൽ ഓഫ് ദ ഡുവൽ ഈസ് ദി പ്രൈമർ ഇൻ എൽ പി പി. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൈമൽ എടുക്കുന്നു, മാക്സിമൈസ്. എങ്ങനെ ഒരു പ്രൈമൽ എൽ പി പി എടുക്കുന്നു? മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇതിന്റെ ഡുവൽ എഴുതാൻ നമുക്കറിയാലോ. ഒരു പ്രോബ്ലം തന്നു, ദെൻ അതിന്റെ ഡുവൽ എഴുതുന്നു. ഡുവൽ എങ്ങനെ എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഡുവൽ ഈസ് മാക്സിമൈസ് എന്താവും? മിനിമൈസ് ആവും. മിനിമൈസ് ഇസഡ് എന്ന് പറയുന്നത് വേറൊരു ഇസഡ് സ്റ്റാർ കൊടുത്തു. മിനിമൈസ് ഇസഡ് സ്റ്റാർ ഈക്വൽ ടു സിക്ക് പകരം എന്താ എഴുതുന്നത്? ഈ എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കൺസ്ട്രെയിൻസിന്റെ ആർ എച്ച് എസിന്റെ ട്രാൻസ്പോസ് ആണ് എഴുതുന്നത് അല്ലേ? ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതും. That is minimize z star is equal to b transpose x ന് പകരം വേറൊരു വേരിയബിൾ കൊടുത്തു y. Then minimize z star is equal to b transpose y subject to a യുടെ ട്രാൻസ്പോസ് a transpose y less than or equal to greater than or equal to ഇതിന്റെ ട്രാൻസ്പോസ് c transpose y greater than or equal to 0. അപ്പം ഈ പ്രൈമലിന്റെ ഡുവലിനെ എങ്ങനെ എഴുതാം? മിനിമൈസ് ഇസഡ് സ്റ്റാർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സബ്ജക്ട് ടു എ ട്രാൻസ്പോസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് വേണ്ടുള്ളത് എന്താ? ഡുവൽ ഓഫ് ഡുവൽ ആണ്, ഇതിന്റെ ഡുവൽ ആണ്. അപ്പൊ വീണ്ടും ഇതിന്റെ ഡുവൽ എങ്ങനെ എഴുതാം? മാക്സിമൈസ് എന്ന് പറയുമ്പോൾ എന്താകും? മിനിമൈസ് ആകും. ഇസഡ് സ്റ്റാർ സ്റ്റാർ കൊടുത്തു. പിന്നെ നമ്മൾ ഇനി എഴുതുന്ന എന്താ? ഇതിന്റെ, അതായത് നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ ആർ എച്ച് എസിലെ ട്രാൻസ്പോസ് ആണ്. ദെൻ സി ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് വേറൊരു വേരിയബിൾ ഡബ്ല്യു കൊടുത്തു. ദെൻ ഡബ്ല്യു സബ്ജക്ട് ടു എങ്ങനെ എഴുതും? ഇതിന്റെ ഈ ട്രാൻസ്പോസ്. ദെൻ എ ട്രാൻസ്പോസ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. പിന്നെന്താ എഴുതുന്നത്? ഇതിന്റെ അല്ലെ, ഇതിന്റെ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് w greater than or equal to 0. That is, ഇതിനെ എങ്ങനെ എഴുതാം? മാക്സിമൈസ് z star is equal to c transpose the whole transpose is c. cw subject to aw less than or equal to b, w greater than or equal to 0. This same as 1. ഇതും ഇക്വേഷൻ നമ്പർ 1ഉം സെയിം അല്ലേ? മാക്സിമൈസ് z is equal to cx. ഇവിടെ z പകരം z ഡബിൾ സ്റ്റാർ വന്നു എന്നേ ഉള്ളൂ. വേരിയബിൾസ് എല്ലാം സെയിം തന്നെ. നമുക്ക് z ഡബിൾ സ്റ്റാറിന് പകരം എന്ത് എഴുതാം? z എഴുതിയാലും കുഴപ്പമില്ല. ഈക്വൽ ടു സി ഇൻറ്റു ഡബ്ല്യു എന്ന് പറയുന്നത് w1 w2 എന്ന് പറയുന്നത് x1 x2 x2 എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഡബ്ല്യുവിന് പകരം നമ്മൾ x എഴുതിയാലും സെയിം തന്നെ. സബ്ജക്ട് ടു എ ഡബ്ല്യു വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ? w ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. therefore the dual of the dual is primal. ഓക്കെ, ഇനി അടുത്തൊരു തിയറം എന്ന് പറയുന്നത് the value of the objective function f of x for any feasible solution of the primal is not less than the value of the objective function phi of y for any feasible solution of the dual അല്ലേ? അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർ എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ പ്രൈമൽ അതെന്ന് വെച്ചാൽ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്തു? പ്രൈമലും ഡുവലും കൺസിഡർ ചെയ്തു. ഫസ്റ്റ് പ്രൈമൽ എടുത്തു. കൺസിഡർ ദ പ്രൈമൽ ആസ് മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു സിഗ്മ ജെ ഇസ് ഇക്വൽ ടു 1 to n cj xj subject to sigma j is equal to 1 to n aij xj greater than or equal to bi for i is equal to 1 to m xj greater than or equal to 0 for j is equal to 1 to n. സാധാരണ നമ്മളൊരു മിനിമൈസേഷൻ പ്രോബ്ലം അല്ലെ, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എൽ പി പി ജനറൽ ആയിട്ട് എഴുതി. ആൻഡ് ഇറ്റ്സ് ഡുവൽ. ഇതിന്റെ ഡുവൽ എങ്ങനെ എഴുതും? മാക്സിമൈസ് എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് വൈ സിഗ്മ എഴുതുന്നത് ഇവിടുത്തെ ടൈം ആണ് അല്ലേ? ഐന്റെ കറസ്പോണ്ടിങ് ബി ഐ ആണ് വരേണ്ടുള്ളത്. ബി ഐ ആയതുകൊണ്ട് അവിടെ സിഗ്മ ഐ ഇസ് ഇക്വൽ ടു 1 to m bi yi
subject to sigma is equal to 1 to n വരും അല്ലേ 1 to n aij yi which is less than or equal to cj for j is equal to 1 to n comma yi greater than or equal to 0. ഇനി നമ്മൾ ഇതിനകത്ത് ഇക്വേഷൻ നമ്പർ 1ലും 2ലും അതായത് പ്രൈമലിലും ഡുവലിലും എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സർപ്ലസ് വേരിയബിളും ഇവിടെ സ്ലാക്ക് വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് സർപ്ലസും ഇതിനകത്ത് സ്ലാക്ക് വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ മാറും പ്രൈമൽ എങ്ങനെ മാറും മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര പ്ലസ് cn xn എക്സ്പാൻഡ് ചെയ്ത് എഴുതി സബ്ജക്ട് ടു a11 x1 പ്ലസ് a12 x2 എക്സെട്ര a1n xn ഇവിടെ എന്ത് സർപ്ലസ് ആഡ് ചെയ്തു മൈനസ് xn പ്ലസ് 1 ഇസ് ഇക്വൽ ടു b1 എക്സെട്ര അടുത്തതിനും മൈനസ് xn പ്ലസ് 2 അങ്ങനെ ഓരോന്നിനും ആഡ് ചെയ്തു അല്ലേ then x1 x2 etc xn plus 1 also greater than or equal to 0 ഇതെല്ലാം greater than or equal to 0 ആണ്. ഇനി അതിന്റെ ഡുവലിന്റെയും ചെയ്തു. അപ്പൊ ഡുവലിനും അതേപോലെ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് എഴുതി പ്രത്യേകിച്ചൊന്നുമില്ല സാധാ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് എഴുതി ym വരെ ഉണ്ടായിരുന്നു പ്ലസ് ym പ്ലസ് 1 സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തു അടുത്തതിനകത്ത് ym പ്ലസ് 2 ആഡ് ചെയ്തു എക്സെട്ര ym പ്ലസ് n ഈക്വൽ ടു cn വരെ ആഡ് ചെയ്തു ഫോർ ഓൾ വേരിയബിൾസ് y1 y2 എക്സെട്ര ym പ്ലസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം x1 x2 എക്സെട്ര xn പ്ലസ് 1 ഉം y1 y2 എക്സെട്ര ym പ്ലസ് n എന്ന് പറയുന്നത് ബി എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ പ്രൈമൽ ആൻഡ് ഡുവൽ അല്ലേ അതെന്ന് വെച്ചാൽ ഇതിന്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണ് കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ള എല്ലാ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള എല്ലാത്തിനും എന്ത് കൊടുക്കും 0 കൊടുക്കും അപ്പൊ y1 y2 എക്സെട്ര ym വരെ ഉള്ളത് 0 കൊടുക്കുമ്പോൾ സൊല്യൂഷൻ കിട്ടുന്നത് ym പ്ലസ് 1 ym പ്ലസ് 2 എക്സെട്ര ym പ്ലസ് n ആണ് ഇവിടെയും അതേപോലെ എല്ലാത്തിനും 0 കൊടുക്കും ഫസ്റ്റ് ഇല്ലേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള ടേംസിനെല്ലാം 0 കൊടുക്കുമ്പോൾ പിന്നെ xn പ്ലസ് 1 ഇസ് ഈക്വൽ ടു b2 xn പ്ലസ് 1 ഇസ് ഈക്വൽ ടു അങ്ങനെ പോകും അല്ലേ അതായത് ഇതാണ് അതിന്റെ ഫസ്റ്റ് സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ അതാണ് പ്രൈമലിന്റെ ഡുവലിന്റെ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തെ ഈ ഫീസിബിൾ ഈ ബാക്കിയുള്ള ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ ഈ ഫീസിബിൾ സൊല്യൂഷൻ y1 y2 എക്സെട്ര x1 x2 എക്സെട്ര xn പ്ലസ് 1 അപ്പം അതിനകത്ത് മൾട്ടിപ്ലൈ ദ പ്രൈമൽ കൺസ്ട്രെയിൻസ് ബൈ പ്രൈമൽ കൺസ്ട്രെയിൻസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു y1 y2 എക്സെട്ര ym ഉം ആഡ് ചെയ്തു അതേപോലെ തന്നെ അടുത്ത ഡുവൽ കൺസ്ട്രെയിൻസ് ബൈ x1 x2 എക്സെട്ര xn ഉം എന്നിട്ട് ആഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും ഒന്ന് എഫും ഒന്ന് ഫൈയും ദാറ്റ് ഈസ് എഫ് ഇസ് ഇക്വൽ ടു x1 ym പ്ലസ് 1 പ്ലസ് x2 ym പ്ലസ് 2 എക്സെട്ര എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അത് എന്ത് ചെയ്യുക രണ്ട് ഇക്വേഷൻ കിട്ടും അപ്പം ആ ഇക്വേഷൻ രണ്ടിനെയും സബ്സ്ട്രാക്ടിങ് വൺ ഫ്രം ദ അതർ വി ഗെറ്റ് അപ്പൊ ഒന്നിനെ ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യുക അപ്പൊ ഒന്നിന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എഫ് മൈനസ് 5 അപ്പം മൈനസ് ചെയ്യുമ്പോൾ എഫ് മൈനസ് 5 ഈക്വൽ ടു എന്ത് കിട്ടും x1 ym പ്ലസ് 1 പ്ലസ് x2 ym പ്ലസ് 2 എക്സെട്ര xn yn പ്ലസ് 1 എക്സെട്ര xm yxn പ്ലസ് 1 കിട്ടും അല്ലേ കിട്ടുമല്ലോ then all the variables അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇതെല്ലാം എന്താണ് ഫീസിബിൾ സൊല്യൂഷന്റെ കമ്പോണൻസ് ആണ് അല്ലേ x1 x2 എക്സെട്ര xn പ്ലസ് 1 ഉം അതേപോലെ y1 y2 എക്സെട്ര yn പ്ലസ് 1 വരുന്നുണ്ട് അപ്പൊ അതെല്ലാം എന്തോന്നാണ് ഫീസിബിൾ സൊല്യൂഷന്റെ കമ്പോണൻസ് ആണ് അപ്പൊ അതെന്തൊക്കെ എന്തായിരിക്കും നോൺ നെഗറ്റീവ് ആയിരിക്കും അതായത് നമുക്ക് എന്ത് പറയാം എഫ് മൈനസ് 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയാം then f is not less than 5 എന്ന് പറയാം ഓക്കെ താങ്ക് യു എല്ലാവരും ഇന്റേണൽ എക്സാമിന് നല്ലതുപോലെ പഠിക്കുക ഓക്കെ ബെസ്റ്റ് വിഷസ്